all, welcome back to our channel. ഇന്ന് നമ്മുടെ റെസിപ്പി നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൽ തന്നെ ഇന്നേ വരെ കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ ആരും ഇതുപോലെ ട്രൈ ചെയ്തിട്ടും ഉണ്ടാവില്ല. എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി പുഡിംഗ് ആണ്. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും, അതുപോലെ തന്നെ ചെറുപയർ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ സ്റ്റോക്കായിട്ട് കിടക്കുന്ന ഐറ്റമാണല്ലോ, പ്രത്യേകിച്ച് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കാൻ പറ്റുന്ന പുഡിംഗ് ആണ്. അതുപോലെ തന്നെ ചൈന ഗ്രാസോ ജലാറ്റിനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മളിതിൽ ചേർക്കുന്നുമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പുഡിങ്ങിന് ആവശ്യമായിട്ട് മെയിനായിട്ട് വേണ്ടുന്നത് ചെറുപയറാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അളവിൽ ചെറുപയർ ഒരു 2-2.5 മണിക്കൂർ മുന്നേ നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ചെറുപയറാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിൽ വെച്ചിട്ട്. ഇപ്പോൾ ഇതാ ഞാൻ ചെറുപയർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കുക, എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുക്കറിൽ 2 വിസിലാണ് കേട്ടോ അടിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ചില ചെറുപയറിന് വേവിൽ വ്യത്യാസമൊക്കെ വരും. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെന്ത് ഉടഞ്ഞിട്ട് എടുക്കാൻ പാടില്ല കേട്ടോ. പുഡിങ്ങിനായതുകൊണ്ട് തന്നെ ഒരു പാകത്തിനുള്ള വേവിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ചെറുപയർ നമ്മൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇതുപോലൊരു സ്ട്രെയിനറിലേക്ക് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ആറിയിട്ട് കിട്ടട്ടെ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്ത നമുക്ക് പുഡിങ്ങിൻ്റെ മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിത് 2 ലെയറായിട്ടാണ് കേട്ടോ ഈ ഒരു പുഡിങ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാനിലേക്ക് നമുക്ക് 2 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ പാലെടുക്കണേ. അപ്പോൾ 2 കപ്പ് എന്ന് പറയുമ്പോൾ 1/2 ലിറ്റർ പാൽ വരും. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾ മധുരം ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ലാസ്റ്റ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ നിറയെ ആയിട്ട് തന്നെ ചേർക്കണം. കാരണം ചിലതിൽ ഫ്ലേവർ കുറവുണ്ടാവും, ചിലതിൽ കുറച്ചിടുമ്പോൾ തന്നെ ഒരുപാട് ഫ്ലേവർ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ. അപ്പോൾ ഞാനിപ്പോൾ ഈ മിക്സിങ് റെഡിയാക്കുന്നത് ഇപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ്. ഇങ്ങനെ മിക്സിങ് നന്നായിട്ട് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇത് കുറച്ചൊന്ന് കുറുകി ടൈറ്റായിട്ട് ഒന്ന് നല്ല ടൈറ്റായിട്ട് വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഈ ഒരു മിക്സ് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. പിന്നെ ഒരുപാട് വേവാനൊന്നും ഇതിലില്ലല്ലോ, കസ്റ്റാർഡ് പൗഡർ പെട്ടെന്ന് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിനെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ നിന്ന് ബബിൾസ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ടൈറ്റായി കുറുകി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയറിലേക്ക് ഈ കസ്റ്റാർഡ് മിക്സിൻ്റെ ഫ്ലേവറൊക്കെ ഈ ഒരു സമയത്ത് നന്നായിട്ട് പിടിച്ച് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം മധുരം ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പിടിച്ച് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ കൺസിസ്റ്റൻസിയിൽ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ട്രേ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ സ്റ്റീൽ ട്രേ ഏതാണോ ഉള്ളത് അതിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി തന്നെ നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും ഒന്നും ഒരേ രീതിയിലാവുന്നവരൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഫ്രിഡ്ജിൽ വെക്കണ്ടേ, ഇപ്പം പുറത്താണ് വെക്കേണ്ടത്. നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നല്ലതുപോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ ഞാൻ ഇത് തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്, നല്ലതുപോലെ തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്കിപ്പം കട്ട് ചെയ്യാനൊക്കെ പാകത്തിനുള്ള സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മളിത് 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ലെയർ എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ ഇതുപോലൊരു വേറൊരു പാൻ എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 കപ്പ് അളവിൽ, അതായത് 1/2 ലിറ്റർ പാൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കോൺഫ്ലവർ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണേ, കാരണം നമ്മൾ ഈ ഒരു പുഡിങ്ങിൽ ജലാറ്റിനോ ചൈന ഗ്രാസ് അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാലേ നമുക്കിത് ഉറച്ച് കിട്ടുള്ളൂ, ഈ പാലിൻ്റെ മിക്സ്, എങ്കിലേ നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ സെർവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ 4 ടേബിൾ സ്പൂണാണേ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചേർക്കണം, കാരണം നല്ലൊരു ഫ്ലേവറാണ്. അഥവാ പാൽപ്പൊടി ഇല്ലെങ്കിൽ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്താലും മതി, ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അഥവാ നിങ്ങളിതിൽ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് വ്യത്യാസം വരുവേ, കുറക്കണേ പഞ്ചസാര. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ, കാരണം കോൺഫ്ലവറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഏലയ്ക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കയ്യിൽ ഏലയ്ക്കാപ്പൊടിക്ക് പകരമായിട്ട് വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ ഏതിൻ്റെ ഫ്ലേവറാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതന്നെ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പാലിൻ്റെ മിക്സ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ കസ്റ്റാർഡിൻ്റെ മിക്സ് റെഡിയാക്കുക പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകാൻ തുടങ്ങുക. ആ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ചിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം വെച്ചാൽ മതി, കാരണം ഒരുപാട് സമയം വേവേണ്ട സാധനങ്ങളൊന്നും നമ്മൾ ഇതിലിട്ടിട്ടില്ല. പാലും കോൺഫ്ലവറാണ്, അത് പെട്ടെന്ന് അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ട് നന്നായിട്ട് വെന്ത് വന്നോളൂ. അപ്പോൾ ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയാവാൻ ചാൻസ് ഉണ്ട് കോൺഫ്ലവർ ഇട്ടതുകൊണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്കിപ്പം കാണുമ്പോൾ മനസ്സിലാവും, നല്ലോണം തിക്കായിട്ട് വന്നല്ലോ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം എങ്കിൽ നമുക്ക് ലെയർ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ആദ്യത്തെ ലെയറുമായിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരുപാട് കട്ടിയാക്കിയിട്ട് എടുക്കണ്ടേ. ഇനി നമുക്ക് ചൂടോടെ തന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ പുഡിങ്ങിൻ്റെ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂട് തണുക്കാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യരുത് കേട്ടോ, ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, എങ്കിലേ സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗവും ഒരേ സൈസിലാവുന്ന രീതിയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ പുഡിങ് റെഡിയായി. ഇനി നമുക്ക് സെറ്റ് ആയതിനു ശേഷം കട്ട് ചെയ്യേണ്ട പണിയേ ഉള്ളൂ, സിമ്പിളല്ലേ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡിയായി. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടുള്ള ഡെക്കറേഷൻസൊക്കെ ഇതിന് മുകളിൽ ചെയ്ത് കൊടുത്തതിന് കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ വേവിച്ച ചെറുപയറിൽ കുറച്ച് 2-3 സ്പൂണൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുകളിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻസ് കൊടുക്കുക, കാരണം വീഡിയോ ഒക്കെ ചെയ്യുന്നതായിട്ട് ഫോട്ടോയിലൊക്കെ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇതൊട്ടും നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇത് വലിയ ഭംഗിയിൽ ചെയ്യുന്നതെന്നല്ല, എൻ്റെ ചെറിയൊരു ഐഡിയയിൽ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ 2 ലെയറായിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല. എത്ര ഭംഗിയുണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മോഡലും ചെയ്യുക കേട്ടോ ഡെക്കറേഷൻസൊക്കെ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രീസറിലല്ലേ, താഴെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ എന്തായാലും നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക കേട്ടോ. ആ ഒരു സമയം തണുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ പുഡിങ്. അപ്പോൾ ഇതിന് ചൂടാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് തണുപ്പിച്ചിട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, ഒട്ടും അങ്ങനെ ഇളകി കളിക്കുന്ന ഒന്നുമില്ല, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നുമില്ല. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള സൈസിലും വലുപ്പത്തിലും ഒക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതുപോലെ തന്നെ കട്ട് ചെയ്യാൻ പറ്റാണ്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് ജലാറ്റിനും ചൈന ഗ്രാസൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നല്ല ക്രീമി ആയിട്ടിരിക്കുന്ന പുഡിങ്ങാണ് കേട്ടോ. ഞാൻ ഈ ഒരു പുഡിങ് ചെയ്യാനുള്ള മെയിൻ കാരണം നിങ്ങൾ പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ജലാറ്റിൻ ചൈന ഗ്രാസ് ഒന്നും ഇല്ലാതെ പുഡിങ്ങൊക്കെ ഇടണമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതൊന്നും പരീക്ഷിച്ച് നോക്കിയതായിരുന്നു. ചെറുപയറാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതുമാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. വീട്ടിലെല്ലാവരും വീട്ടിൽ സ്റ്റോക്കായിട്ടൊക്കെ ഇപ്പോൾ കിടക്കുന്നുണ്ടല്ലോ, റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നതുകൊണ്ട്. അതുകൊണ്ട് അങ്ങനെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയ പുഡിങ്ങായിരുന്നു ഇത്. പക്ഷെ നല്ല ടേസ്റ്റ്, എനിക്ക് തന്നെ അതിശയം തോന്നുന്ന തരത്തിലുള്ള ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചെറുപയർ കൊണ്ടൊക്കെ നമുക്ക് ഇത്രയും റിച്ച് ആയിട്ടുള്ളൊരു പുഡിങ് റെഡിയാക്കാൻ പറ്റുവാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. നമുക്ക് പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഹെൽത്തി പുഡിങ് അല്ലേ. പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല,
എന്നാലും കുറച്ചൊക്കെ ഹെൽത്തി എന്ന് പറയാം അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് ഇത് 2 ലെയറായിട്ടൊക്കെ ഇരിക്കുന്നത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയില്ലല്ലേ പുഡിങ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. കാരണം ചെറുപയറൊന്നും പൊതുവേ കുട്ടികൾക്ക് ചിലവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ പുഡിങ് ആക്കിയിട്ടൊക്കെ റെഡി ആക്കി കൊടുത്ത് അവരങ്ങ് നന്നായിട്ട് കഴിച്ചോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പീസിൻ്റെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ അങ്ങനെ ഇൻസ്റ്റയിലുള്ളവരൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. ഇത് കണ്ടില്ലേ, സ്പൂണിലൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വെറുതെ പറയല്ല, ഒരിക്കലും ഫ്ലോപ്പ് ആയില്ല. ധൈര്യത്തിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്